അഖ്സ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പ് പരിശുദ്ധമായ ഹറം കഅബ ഉൾക്കൊള്ളുന്ന ഹറം. രണ്ടാമത്തത് മസ്ജിദുൽ നബവി, മൂന്നാമത്തത് അൽ മസ്ജിദുൽ അഖ്സ. അപ്പോൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് പരിശുദ്ധമായ ഫലസ്തീനിലുള്ള അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ അല്പനേരം കൊണ്ട് യാത്ര ചെയ്യിപ്പിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അത് പ്രത്യേകമായ ഒരു വാഹനത്തിലായിരുന്നു യാത്ര. ബുറാഖ് എന്ന് പറയും. ബുറാഖ് എന്ന് പറഞ്ഞാൽ കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമാണ്. കഴുതനെ നമ്മൾ കണ്ടിട്ടുണ്ട്, കോവർ കഴുതയെ എൻ്റെ അറിവിൽ എനിക്കറിയില്ല, അറിയുന്നവർക്കുണ്ടാവും. അപ്പൊ കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമായ അത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു പ്രത്യേകമായ വലിപ്പമുള്ള വാഹനമാണ് ബുറാഖ് എന്ന് പറയുന്നത്. അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇത്രക്കും ദൂരെ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് കുന്നും കുഴിയും എല്ലാം ഉണ്ടാകും. പക്ഷേ അത്തരം കുണ്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ഈ ഒരു വാഹനം ഒരു സ്പ്രിംഗ് ആക്ഷൻ പോലെയാണ്. അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും ഒരു പോറലും ഏൽക്കുന്നില്ല. കുണ്ടിലേക്ക് എത്തുമ്പോൾ പ്രത്യേകമായ ഒരു സ്പ്രിംഗ് ആക്ഷൻ പോലെ അത് പ്രത്യേകമായ ഒരു രൂപത്തിലായിരുന്നു നിന്നത്. അതിൻ്റെ ഒരു കാൽ ഇവിടെ വച്ചാൽ അടുത്ത കാൽ വെക്കുന്നത് കണ്ണെത്താ ദൂരത്തേക്കാണ്. അത്രക്കും വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്തരം ഒരു യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം അല്ലാഹു തആല സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വാഹനമാണ് ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനം. ആ വാഹനത്തിൽ അതിനു മുൻപോ അതിന് ശേഷമോ മറ്റൊരാളും അങ്ങനത്തെ ഒരു യാത്ര നടത്തിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആ സ്വർഗത്തിലായിരുന്ന ബുറാഖ് അതിങ്ങനെ ഇടക്കിടക്ക് അള്ളാഹിനോട് ചോദിക്കുമത്ര, അല്ലാഹ് ഇതുവരെ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാത്ര ചെയ്യിപ്പിക്കാൻ എനിക്ക് പോകാൻ സമയമായില്ലേ എന്ന് പല പ്രാവശ്യവും ചോദിക്കുമത്രേ. അല്ലാഹ് പറയും, ഇല്ല, സമയത്തെ കെട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ആകാശ ലോകത്തേക്ക് പ്രത്യേകമായ ഒരു കോണി, ഒരു ഏണി ഉപയോഗിച്ചു കൊണ്ടാണ് യാത്ര നടത്തിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് മിഅ്റാജ് ആ വാക്കിന്റെ അർത്ഥം തന്നെ കോണി, ഏണി എന്ന് പറയും. അത് പ്രത്യേകമായ ഒരു സംവിധാനമാണ്. ഏതായാലും ആ യാത്ര ഒക്കെ കഴിഞ്ഞ് അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട്, സ്വർഗം കണ്ട്, നരകം കണ്ട്, അർശ് കണ്ട്, കുർസി കണ്ട്, ലൗഹ് ഖലം, ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു. അങ്ങനെ പ്രത്യേകമായ ഒരു സ്ഥലമെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് അങ്ങോട്ട് യാത്രക്ക് തയ്യാറാവുന്നില്ല. തങ്ങൾ ചോദിച്ചു, അല്ല ജിബ്രീലെ, ഉമ്മഹാനിയുടെ വീട്ടിൽ ഞാനിങ്ങനെ സുഖനിദ്രയിൽ കഴിഞ്ഞ എന്നെ പാതിരാ സമയത്ത് വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ഇത്തരം ദൂരം യാത്ര ചെയ്ത് ആരാരും സഹായത്തിനില്ലാത്ത ഈ ആകാശമാകുന്ന ലോകത്തേക്ക് എത്തിയപ്പോൾ എന്നെ ഒറ്റക്ക് വിട്ടുപോവുകയാണോ? ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മലക്കുകളാകുന്ന ഞാൻ മലക്കിൽപ്പെട്ട ആളാണ്. മലക്കുകളാകുന്ന ഞാൻ തീയിൽ പടക്കപ്പെട്ടവരാണ്. തീയിൽ പടക്കപ്പെട്ടവരാകുന്ന പ്രകാശത്താൽ പടക്കപ്പെട്ടവരാണ്. ഈ പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കുകളാകുന്ന മലക്കിൽപ്പെട്ട ഞാനെങ്ങാനും ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു അടി എങ്ങാനും മുന്നോട്ട് വച്ചാൽ എൻ്റെ ശരീരം മുഴുവൻ കത്തിച്ചാരമായി പോകും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരടി വെക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തങ്ങൾക്ക് പോകാം. അങ്ങനെ സങ്കടത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്ക് യാത്ര പോയി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സവിധത്തിൽ കണ്ട് അങ്ങനെ ഒരുപാട് അനുമോദനം